വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് NOSന്റെ +2 സോഷ്യോളജിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. അതിലെ 5ാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, സോഷ്യോളജി എന്നതിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ് സോഷ്യോളജി എന്നുള്ളത്. അടുത്ത കാലത്തായിട്ട് അധികം വളരെ വലിയ കാലപ്പഴക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിടയിൽ വന്ന ഒരു ശാസ്ത്രമാണ് ഇത് സോഷ്യോളജി എന്നുള്ളത്. അപ്പോൾ ഇന്ന് 5ാമത്തെ ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ സമൂഹവും സമുദായം, അതുപോലെ തന്നെ സംഘടന, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, ഇവകളെല്ലാം എത്രത്തോളം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ തന്നെ ഒരു സമൂഹത്തിൽ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ നമുക്ക് ഫസ്റ്റ് സൊസൈറ്റി നോക്കൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ വക കാര്യങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്താണ് സൊസൈറ്റി എന്താണ് സൊസൈറ്റി അപ്പോ വാട്ട് ഈസ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് അറിയിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോൾ എന്താണ് ഇത്? മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നുവെന്നും അവരുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുവെന്നും മനസ്സിലാക്കാൻ ചില അടിസ്ഥാന യൂണിറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമൂഹത്തിന്റെ ഒരു ശാസ്ത്രമാണ് എന്ത് സോഷ്യോളജി എന്നുള്ളത്. ഇങ്ങനെ ഇത് മാത്രമല്ല, നമുക്ക് വ്യത്യസ്തപരമായിട്ടുള്ള ഡെഫിനിഷൻസുകൾ കാണാം. നോക്കൂ, അടുത്ത പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് ഒരുമിച്ച് ജീവിക്കുകയും ഒരു പൊതു സംസ്കാരം, അതുപോലെ തന്നെ മാനദണ്ഡങ്ങളും മൂല്യങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ എന്നിവ പങ്കിടുകയും ചെയ്യുന്ന സങ്കീർണവും അതുപോലെ തന്നെ സംഘടിതവുമായിട്ടുള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് സമൂഹം എന്നുള്ളത്. വളരെ കൃത്യമായിട്ട് നമുക്ക് മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നോക്കൂ, അവരുടെ അംഗങ്ങളുടെ പെരുമാറ്റത്തെയും ഇടപെടലുടെയും നയിക്കുന്ന ബന്ധങ്ങളുടെയും സാമൂഹിക ഘടനകളുടെയും മാതൃകകളാണ് സമൂഹങ്ങളുടെ സവിശേഷത എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന രീതികൾ, നമ്മൾ ബന്ധപ്പെടുന്ന സിറ്റുവേഷൻസുകൾ, കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത്, ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, സൊസൈറ്റി സമൂഹത്തിന്റെ ചില സ്വഭാവ വിശേഷങ്ങൾ എന്താണ്? സമാനതയും വ്യത്യാസവും. എന്താണ്? ഒന്നാമതായി സാദൃശ്യം പങ്കിടുന്ന വ്യക്തികളുടെ ഒരു കൂട്ടം എന്തായിരിക്കും ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കൂ, പരസ്പര ആശ്രിതത്വം. പരസ്പര ആശ്രയിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മറ്റൊരു ഗുണം, സമൂഹത്തിലെ അംഗങ്ങൾ അതിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പരസ്പരം ആശ്രയിക്കണം. സമൂഹം നല്ല രീതിയിൽ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം ഒരു ആശ്രയം ഉണ്ടായിരിക്കണം, ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ ഗുണമായിട്ട് പറഞ്ഞത്. മൂന്നാമത്തെ സഹകരണവും സംഘർഷവും എന്നുള്ള ഭാഗമാണ്. സമൂഹത്തിന് മറ്റൊരു ആവശ്യ ഗുണമാണ് സഹകരണം. അംഗങ്ങൾ പരസ്പരം സഹകരിക്കുന്നില്ലെങ്കിൽ ഒരു സമൂഹത്തിന് നിലവിൽ വരാനോ നിലനിൽക്കാനോ സാധിക്കുകയില്ല എന്നുള്ളത്. സഹകരണ മനോഭാവം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ചില സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതാണ് എന്താണ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്മ്യൂണിറ്റിയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം എന്ന് നമുക്ക് കമ്മ്യൂണിറ്റി എന്നത് വ്യക്തികളുടെ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു സമുദായം എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി എന്നുള്ളത് സമുദായം എന്നത് എന്താണ്? ഒരു കൂട്ടം എന്താണ്? ഒരു വ്യക്തികളുടെ ഒരു കൂട്ടത്തെ എന്ത് ചെയ്യുന്നു നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറ്റു നോക്കൂ, ഇതൊരു പ്രദേശവുമായി ബന്ധപ്പെട്ട സമൂഹം എന്നുള്ളത് പോലെ ആയിരിക്കില്ല സമുദായം. അതൊരു പ്രദേശവുമായി ബന്ധപ്പെട്ടതായിരിക്കും. കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്ക് ശക്തമായ കമ്മ്യൂണിറ്റി വികാരമോ സ്വന്തമായ ഒരു ബോധമോ ഉണ്ടായിരിക്കും. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള സമുദായത്തോട് കൃത്യമായിട്ടുള്ള ഒരു ബോധം അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായിരിക്കും. ഒരു കൂട്ടം ആളുകൾ എന്ന നിലയിൽ കമ്മ്യൂണിറ്റി വളരെ കാലം സ്വയമേവ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു ലക്ഷ്യത്തോടെ സൃഷ്ടിക്കപ്പെടുന്ന ഗ്രൂപ്പുകൾ ഇതിന് സ്ഥിരതയോ സഹിഷ്ണുതയോ ഉണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്ന വിശാലമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നൽകുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി സാധാരണ ഒരു നിർദ്ദിഷ്ട പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തിക സ്ഥാപനങ്ങൾ, ഉദാഹരണം കൃഷി, വ്യവസായം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ. അപ്പൊ ഒരു 6 പ്രാഥമിക സ്ഥാപനങ്ങൾ, എല്ലാ സമൂഹങ്ങളിലും കാണുന്ന ഒരു 6 പ്രാഥമിക സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് എന്താ ചർച്ച ചെയ്യുന്നത്. അപ്പൊ സാമൂഹിക സ്ഥാപനങ്ങൾ ഉദാഹരണം എന്താണ്? കുടുംബം, വിവാഹം, ബന്ധുത്വം. രാഷ്ട്രീയ സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാമൂഹിക വൽക്കരണം. മറ്റൊന്നാണ് മതം എന്നുള്ളത്. മറ്റൊന്നാണ് സംഗീതം, നൃത്തം, ഫൈൻസ്, ആർട്സ്, സാഹിത്യം തുടങ്ങിയ ആവിഷ്കാര സ്ഥാപനങ്ങൾ. അപ്പൊ ഇതും സ്ഥാപനത്തിന്റെ മെയിൻ ആയിട്ടുള്ള 6 ഘടകങ്ങളാണ്. ഒരു സമൂഹത്തിൽ ഇത്രയും സ്ഥാപനങ്ങൾ നിർബന്ധമായിട്ടും ഒരു സമൂഹത്തിൽ എന്ത് ചെയ്യും? ഉണ്ടായിത്തീരും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്
ഏതിനെ കുറിച്ച്? അസോസിയേഷനെ കുറിച്ചാണ്. അപ്പോൾ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു കൂട്ടം വ്യക്തികൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്? രണ്ടാമത് ജനങ്ങൾ സംഘടിതരായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത് എന്താണ്? അസോസിയേഷന് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നാലാമത് തന്നെ ഈ ആളുകൾ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള 4 കാര്യങ്ങൾ പറഞ്ഞു. ഒരു സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞു, കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു, അസോസിയേഷന്റെ കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി ഈ പാഠത്തിലുള്ള 1-2 ക്വസ്റ്റ്യൻസുകൾ, സിമ്പിൾ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസുകൾ മാത്രം ചർച്ച ചെയ്യുന്നു. ഓക്കെ, എന്താണ് സംഘടന? എന്നാൽ എന്തിനു? ഒരു പ്രത്യേക ലക്ഷ്യത്തിനോ ഏതാനും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംഘടിക്കുന്ന ജനങ്ങളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ സംഘമാണ് എന്ത്? സംഘടന എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിവിധ തരത്തിലുള്ള സാമൂഹിക സ്ഥാപനങ്ങളെ പറ്റി വിവരിക്കുക. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യുക? നമ്മൾ എന്ത് വിവരിക്കുക എന്നുള്ളത്. 1 പ്രാഥമിക സ്ഥാപനങ്ങൾ, 2 ദ്വിതീയ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി ഇതിനേക്കാൾ വിശാലമായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള എന്താണ് വിശദീകരിച്ചും അതുപോലെ തന്നെ വൺ വേർഡുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളാലുള്ള ധാരാളം ക്വസ്റ്റ്യൻസുകളും ചർച്ച ചെയ്യുന്ന ഒരു മേഖലയാണ് നമുക്ക് ഉണ്ട്. അതാണ് എന്ത്? നാഷണൽ അക്കാദമിയുടെ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വിശാലമായ ക്ലാസ്സുകളും ധാരാളം ക്വസ്റ്റ്യൻസുകളും ലഭിക്കണമെങ്കിൽ നിങ്ങൾ നാഷണൽ അക്കാദമിയിൽ ചേരുകയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു അഡ്മിഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യുക.